الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا تتلى عليه آياتنا قال أساطير الأولين قال بل ران على قلوبهم ما كانوا يكسبون. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കരുണാവാരിധിയായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാൻ അതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച റബ്ബിൻ്റെ അനുഗ്രഹത്താൽ മസ്ജിദിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നു. ഈ കൂട്ടായ്മ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷമാണ്. ചെയ്തുപോയ പാളിച്ചകളെക്കുറിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടമാണ് ഓരോ റമളാനും നമ്മളെ തെര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് രാവും പകലും അതിൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരുപാട് വിശുദ്ധ വചനങ്ങൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഏറെ കുട്ടിക്കാലം മുതൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. റമളാൻ എന്ന് പറയുമ്പോൾ അത് വെറും ഒരു പട്ടിണിയുടെ മാസമല്ല, അത് ആരാധനയുടെ, രാവ് പകലുകളുടെ, പ്രാർത്ഥനകളുടെ, കണ്ണുനീരുകളുടെ, വന്നുപോയ പാളിച്ചകളെ കുറിച്ചുള്ള ഓർമ്മയുടെ, പാപക്കറകൾ കഴുകിക്കളയാനുള്ള വ്യഥയുടെ, തിന്മകളും മാലിന്യങ്ങളും ജീവിതത്തിൽ നിന്ന് അകറ്റാനുള്ള മനസ്സിന്റെ തേട്ടത്തിന്റെ, അങ്ങനെ ഒരുപാട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിനും അതുപോലെ തന്നെ അവന്റെ നന്മക്കും കരഗതമാക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനമായിട്ടാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്, ഓരോ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ തുടങ്ങിയ പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഹദീസുകളിൽ വായിച്ചു മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ഭൂമിയിലേക്ക് നമ്മൾ വന്ന ഒരു ദിവസമുണ്ട്, അന്ന് നമ്മൾ വിശുദ്ധരാണ്. ഈ ഭൂമിക്ക് വന്നപ്പോൾ നമ്മളെല്ലാം വിശുദ്ധരാണ്. പാപം ചെയ്ത ഒരു കുഞ്ഞും ഈ ലോകത്ത് വന്നിട്ടില്ല. ഇസ്ലാമിന്റെ മനോഹരമായ വിശ്വാസമാണത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ഇവിടെ ജനിച്ചു വീഴുന്നത് ശുദ്ധമായ പ്രകൃതിയിലാണ്. പിന്നെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് അവരെന്തൊക്കെയോ ആയി മാറുന്നു. സാഹചര്യങ്ങൾ മനുഷ്യനെ പലതുമാക്കുന്നു. ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ചുറ്റുപാടുകളും പരിചയങ്ങളും അവനെ പലതും പഠിപ്പിക്കുന്നു. ചിലതിനോടൊക്കെ അവൻ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു. അവിടെയാണ് ഈ വിശുദ്ധിയോടുകൂടി ഭൂമിയിൽ വന്നവർ നാം വിശുദ്ധിയോടുകൂടി തിരിച്ചു പോകാനാകണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ മനോഹരമായൊരു വരിയുണ്ട്, യബ്ന ആദമ വലക ഉമ്മുക ബാക്കിയാ والناس حولك يضحكون سرورا
فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. നീ പറന്നു വീണപ്പോ നീ കരയുന്നുണ്ടായിരുന്നല്ലോ മോനെ. മോളെ, നീ ഭൂമിയിലേക്ക് വന്നപ്പോ നീ കരയുകയാണ്. വലത്ക ഉമ്മുക്ക ബാക്കിയൻ, ഉമ്മ പെറ്റൊരു നേരം അന്ന് നമ്മളൊക്കെ കരയണം. അത് പ്രകൃതിയുടെ നിയമമാണ്, അത് റബ്ബിന്റെ തീരുമാനമാണ്. പക്ഷെ അപ്പോ ആ കരച്ചിലിന് മറ്റുള്ളവർക്കൊക്കെ പുളകമാണ്. വന്നാസു ഹൗലക യദ്ഹഖൂന സുറൂറ, ചുറ്റുപാടുമുള്ള ആളുകൾ ഹർഷപുളകിതരാണ്, ആനന്ദത്തുന്നിലരാണ്. നീ അലമുറയിട്ട് കരയുമ്പോഴും അവർക്ക് സന്തോഷമാണ്. ഒരു പുതിയ ജന്മം, കുടുംബത്തിലൊരംഗം കൂടി, മേൽവിലാസത്തിനൊരാൾ കൂടി, തറവാട്ടിലെ ഒരു അംഗം കൂടി. സന്തോഷമാണ് എല്ലാവർക്കും. ഷാഫി ഇമാമിന്റെ ഭാവന അങ്ങനെ കടന്നു പോവുക. കാലനി കുറെ കഴിയും കേട്ടോ, ഭൂമിയിൽ നീ ജീവിക്കും. പിന്നെ നിനക്കൊരു കടത്തമുണ്ട്. അന്ന് അവരൊക്കെ കരയും നിന്റെ കാര്യത്തിൽ. നിന്നെ വെള്ള പുതച്ച് കിടത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ നിന്റെ ചുറ്റുപാടും വന്ന് നിന്റെ മുഖം ഇടക്കിടക്ക് നോക്കുന്നുണ്ട്. പൂതി തീരാതെ കൊതി തീരാതെ മുഖത്തിന്റെ സൗന്ദര്യവും ഓർമ്മയുടെ സുഗന്ധവും അവർ ഒപ്പിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നീ പോകുമ്പോ ഇപ്പൊ അവര് ഇപ്പൊ അവർ കരയുകയാണ്. പണ്ട് നീ വന്നപ്പോ അവർ കരഞ്ഞ പോലെ ഇപ്പൊ അവരുടെ കരച്ചിലിന് മധുരമായി മന്ദസ്മിതം തൂകി പുഞ്ചിരിച്ചുകൊണ്ട് നീ ദുനിയാവിൽ നിന്ന് യാത്ര പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രസക്തമാണ്. വന്നപ്പോ നിഷ്കളങ്കരും ഒരു തെറ്റും ചെയ്യാത്തവരും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നു, ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു പുള്ളി വീഴുമെന്നാണ്. ഒരു തെറ്റ് ചെയ്യുമ്പോ ഒരു പുള്ളി വീഴും എന്നാണ്. ഒരു കറുത്ത പുള്ളി നിങ്ങളുടെ ഹൃദയത്തിൽ വീഴും. അടുത്ത തെറ്റതാവർത്തിക്കുമ്പോ വീണ്ടും പുള്ളികൾ. അങ്ങനെ സമാനമായി ഒരുപാട് പുള്ളികൾ അങ്ങ് വീഴുമ്പോ, അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോ പുച്ഛത്തോടെ അവര് പറയും, ഇത് പൂർവീകർ എത്രയോ പറഞ്ഞു തന്ന കെട്ടുകഥകളല്ലാതെ മറ്റെന്ത്. കല്ലാ, അത് വേണ്ട കേട്ടോ. ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവര് പ്രവർത്തിച്ചത് കാരണം അവരുടെ ഹൃദയത്തിൽ പുള്ളി വീണിട്ടുണ്ട്. അവരുടെ ഹൃദയമാകെ കറ പുരണ്ടിട്ടുണ്ട്. മുത്തഫിഫീൻ സൂറത്തിലെ 14-ാമത്തെ ആയത്താണ്. ഇത് വ്യാഖ്യാനം വിസ്മയകരവും അത്ഭുതകരവുമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി പറയുമ്പോ ഈ മാസം നമുക്ക് പാപമോചനം ഉണ്ടാകണം. ജീവിതത്തിൽ എത്രയോ പാളിച്ചകൾ വന്നവർ നാം. അത് ചിലതൊക്കെ അറിഞ്ഞു വന്നു, ചിലത് അറിയാതെ വന്നു. അറിയാതെ വന്ന ചില പാപങ്ങളുടെ പേരിൽ ആരൊക്കെയോ പണങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അവരറിഞ്ഞിട്ടില്ല അത് മനഃപൂർവമായിരുന്നില്ലെന്ന്. പക്ഷെ അറിയുന്ന ഒരുത്തനുണ്ട്, അത് റബ്ബുൽ ഇസ്സത്താണ്, അണ്ടകടാഹങ്ങളുടെ നായകനും തമ്പുരാനുമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ ഒരു തേട്ടം അത് പ്രധാനമാണ്. വിശ്വാസികളുടെ ദുആ പറയുന്നുണ്ട് ഖുർആൻ. അല്ലാഹുവേ, ഞങ്ങളെ നല്ല പ്രവർത്തനം ചെയ്യുന്നവരുടെ കൂടെ നീ മരിപ്പിക്കണം. മരിച്ചാൽ ഞങ്ങളെ അവരുടെ കൂട്ടത്തിൽ ചേർക്കണം. ചുറ്റുപാടും ഒരുപാട് ആളുകൾ, അവരൊക്കെ എന്തൊക്കെയോ നമ്മളെയാക്കി ഇപ്പൊ നമ്മൾ അറിയാതെ തേടുന്നു. വതവഫനാ മഅൽ അബ്റാർ. അധികാരവും ചെങ്കോലും ജീവിതത്തിൽ ദാനമായി കിട്ടിയിട്ടും ഒരു പ്രവാചകനായ യൂസുഫിന്റെ ഒരു ദുആയുണ്ട്. അല്ലാ, എന്തൊക്കെ തന്നു നീ എനിക്ക്, രാജാധികാരം തന്നു. അല്ലാഹുവേ, ഈ നാട്ടിലെ ജനങ്ങൾ കാണുന്ന സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം പറയാൻ മാത്രമുള്ള ജ്ഞാനം എനിക്ക് തന്നു. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്
ഫാത്തിറസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് റബ്ബേ നീ. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യം ഇനി പറയട്ടെ. തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ചേർക്കണം. ഒരുപാട് ആയത്തുകൾ ഖുർആൻ. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, നന്മ ചെയ്യുന്നവർക്കാണ് ഉത്തമമായിട്ടുള്ളത്. ഇന്നൽ അബ്റാറ യശ്റബൂൻ, ഗുണം ചെയ്ത ആളുകളാണ് സ്വർഗത്തിലെ പാനീയം കുടിക്കുന്നത്. കല്ലാ ഇന്നൽ അബ്റാറ ലഫീ ഇല്ലീൻ, സുഹൃതം ചെയ്തവന്റെ കർമ്മരേഖയാണ് അല്ലാഹു ഇല്ലീനിൽ എടുത്തു വെക്കുന്നത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, ഗുണം ചെയ്തവന് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്തു കൊടുക്കുകയാണ്. ആ ഒരു ബോധാണ് എപ്പോഴും വേണ്ടത്. റമദാൻ വന്നു, രണ്ടാമത്തെ ദിവസമായി. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പോകും. ഇരുട്ടി വെളുക്കുന്ന പോലെ, രാവ് പകലാകുന്ന പോലെ വളരെ പെട്ടെന്ന് റമദാൻ നമ്മളിൽ നിന്ന് വിട പറയും. അതുകൊണ്ട് ആമുഖമായിട്ട് തന്നെ തൗബയുമായി ബന്ധപ്പെട്ടൊരു ചിന്ത അത് വളരെ അനിവാര്യമാണ്. സ്വന്തം തെറ്റുകൾ ഇങ്ങനെ ആലോചിക്കുമ്പോഴല്ലേ അതറിയുള്ളൂ. എത്രയോ തെറ്റുകൾ. സഹാബാ കിറാം അസ്വസ്ഥരാണ് പലപ്പോഴും. ജീവിതത്തിൽ സുഹൃതം ചെയ്തവർ എന്ന് മാത്രമല്ല, സ്വർഗമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞറിയിച്ചവർ. മെഹ്റാബിൽ കുത്തേറ്റ് കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മദീനയിലെ മസ്ജിദ് അസ്വസ്ഥമായിട്ട് ആളുകൾ ചുറ്റുപാട് മൂടുന്നു. പക്ഷേ ഉമറിന്റെ അസ്വസ്ഥത മറ്റൊന്നുമല്ല. ആരാണ് എന്നെ കുത്തിയത്? അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത ഒരുത്തന്റെ കുത്തല്ലല്ലോ എന്ന് മാത്രമാണ് അന്വേഷിക്കുന്നത്. അപ്പല്ല, പേർഷ്യക്കാരൻ എന്റെ കുത്താണ്, അഗ്നി ആരാധകന്റെ കുത്താണ്, മുശ്രിക്കിന്റെ കുത്താണ്. അപ്പൊ സമാധാനായി. ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായി. അകത്തുള്ള ഒരാളെന്നെ കുത്തുകയാണെങ്കിൽ പിന്നെ നാളെ എന്റെ മറുപടി എന്നുള്ള പ്രശ്നമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വിഹ്വലത. രണ്ടാമത്തെ പ്രശ്നം പിന്നെ അദ്ദേഹം പറയുന്നത്, എനിക്ക് സ്വർഗം ലഭിക്കില്ലേ റബ്ബേ, അത് പറഞ്ഞിട്ടാ കരയുന്നത്. ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്തിന് നിങ്ങൾ വിഷമിക്കണം? അബ്ശിർ യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങൾ സന്തോഷിക്കുക. അസ്ലംത മഅ റസൂലില്ലാഹി ഹീന കഫറന്നാസ്, ജനങ്ങൾ മുഴുവൻ നിഷേധിച്ചപ്പോ നബിയോടൊപ്പം നിങ്ങൾ വിശ്വാസിയായി മുസ്ലിമായി. വഖാതൽത മഅ റസൂലില്ലാഹി ഹീന ഖദലഹുന്നാസ്, ജനങ്ങൾ മുഴുവൻ നിസ്സാരവൽക്കരിച്ചപ്പോ നബിയോടൊപ്പം നിങ്ങൾ യുദ്ധം ചെയ്തവനാണ്. വതവഫാ റസൂലുള്ളാഹി വഹുവ അൻക റാദ്, അല്ലാഹുവിന്റെ റസൂല് വിട പറഞ്ഞു പോകുമ്പോ ഉമറേ നിങ്ങളെ കുറിച്ച് തൃപ്തിയായിരുന്നല്ലോ. ഇതിനെ മനസ്സിനെ തണുപ്പിക്കാം. ജീവിതത്തില് ചെയ്തുപോയ തിന്മകൾ ഓർത്ത്, ഭൂതകാലത്തിന്റെ തിന്മകൾ ഓർത്ത്, നന്മകളുടെ കൂടെ എത്രമേൽ സഞ്ചരിച്ചപ്പോഴും മരണത്തിന്റെ നേരത്ത് മനസ്സ് പരലോക വിഷയത്തിൽ അസ്വസ്ഥമാകുന്നവരെ കുറിച്ച് 5354 ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സഹാബിയുടെ പേരാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ജീവിതം മുഴുവൻ നബിയോടൊപ്പം, നടത്തം വിരുത്തം എല്ലാം അങ്ങനെയാണ്. ജോലിക്കൊന്നും പോകാൻ നേരല്ല. ആ നേരത്ത് നബി എന്തെങ്കിലും പറഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ നടക്കണം ഒരു മനുഷ്യൻ. ഒരു പണിയില്ല. മദീന പള്ളിയിൽ ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോയി എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും. ചിലപ്പോ ബോധം കെട്ട് വീഴും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പട്ടിണി കടന്നിട്ട് വിശപ്പ് സഹിക്കാതെ തളർന്നു വീഴാറുണ്ട്. ചിലപ്പോഴൊക്കെ തുണി എടുത്താൽ ചിലപ്പോ നിൽക്കൂലത്രേ. അരയിൽ തീരെ കനമില്ല, ശൂന്യമായ വയറ്, എടുത്ത തുണി എപ്പോഴും ഇങ്ങനെ അഴിഞ്ഞു പോകുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. എല്ലാവരും പോയി ഭക്ഷണത്തിന്. ഒരു ദിവസം റസൂലുള്ളാഹി വന്ന് നോക്കുമ്പോ പള്ളിയിൽ നിന്ന് പോകാത്ത ഒരാള് അബൂ ഹുറൈറ. രണ്ടുപേരും വന്ന് പട്ടിണി. അപ്പൊ പറയുന്നൊരു വാക്കുണ്ട്, അബൂ ഹുറൈറ ഇന്ന് നീയും ഞാനും മാത്രം, നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഇന്ന് പട്ടിണി.
നബിയും തന്റെ കൂടെ പട്ടിണി എന്നറിയുമ്പോ ആ മനുഷ്യന്റെ കണ്ണ് നനഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരുപാട് ഹദീസുകള്, 5354 ഹദീസുകള് നബിയിൽ നിന്നിങ്ങനെ റിപ്പോർട്ട്. അൻ അബീ ഹുറൈറ. ആ മനുഷ്യൻ മരിക്കുന്ന ഒരു രംഗമുണ്ട്. പൊട്ടി കരയുന്നുണ്ട്, വിതുമ്പിക്കരയുന്നുണ്ട്. അപ്പൊ ആളുകളെ ചോദിക്കുന്നമായുബക്കീകയാ അബാ ഹുറൈറ, എന്തിനാണ് അബൂ ഹുറൈറ നിങ്ങൾ കരയുന്നത്? അപ്പൊ വന്നു മറുപടി, ലാ അബക്കി അലാ ദുനിയായ, ഞാൻ ദുനിയാവ് വിട്ടുപോകുന്നതോർത്ത് കരയുകയല്ല, എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വിട്ടുപോകുന്നു, ഞാൻ മണ്ണിൽ ചേരുന്നു, അതോർത്തിട്ടല്ല കരയുന്നത്. അബക്കീലി ബുഅദി സഫരി, ഈ യാത്രയുടെ ദൈർഘ്യം ഓർക്കുമ്പോ കണ്ണുനീര് വരുന്നു. വഖില്ലത്തു സാദി, അബൂ ഹുറൈറയുടെ പാഥേയം കുറവാണ്, യാത്രാഭക്ഷണം കുറവാണ്. അത് പറഞ്ഞിട്ടാ കരയും. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ആലോചിച്ചാൽ മതി. അത് അന്നത്തെ ഒരു കാലത്ത് സുഹൃതം ചെയ്ത മനുഷ്യന്മാർ, അവരുടെ അന്ത്യകാലത്ത്, അന്ത്യസമയത്ത് അവരുടെ ഉള്ളു വിങ്ങുന്നപ്പോ ഇനി നമ്മളിലേക്ക് ഇറങ്ങി വന്നാലോ? ഒരു കുറ്റബോധം പോലും തോന്നാത്ത തെറ്റുകുറ്റങ്ങളെ ന്യായീകരിക്കുന്ന ക്രൂരമായ നാവുകളുള്ള മനുഷ്യന്മാർ. അതങ്ങനത്തെ തെറ്റെല്ലായിടത്തും ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നവർ. ഒരിക്കലും അങ്ങനത്തെ ഒരാൾക്ക് നന്നാകാൻ കഴിയില്ല. തൗബയുടെ അധ്യായം പറയുന്നിടത്ത് കാണുന്നൊരു സംഗതി, ചെയ്ത തെറ്റിന്റെ പേരിൽ ഖേദമുണ്ടാവുക എന്നാണ്. അതുള്ളവന് മാത്രമേ തൗബ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ അതൊക്കെ ന്യായീകരിക്കും, പിന്നെ ഒരു രക്ഷയില്ല. അള്ളാഹു നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാരണം ഈ വാശിയും വക്കാണൊക്കെ തീരും, അങ്ങോട്ട് കൊണ്ടുപോകും. റമളാനായിപ്പോ 2 ദിവസമായി, ഇപ്പോഴും പിണങ്ങി നിൽക്കുന്ന ആളുകളില്ലേ നമ്മളെ കൂട്ടത്തിൽ? മുണ്ടൂല, കണ്ടാ മുണ്ടൂല. ഓനധികം പോകുമ്പോ ഓനാണ് പോയിട്ട് അധികം പോകാന്ന് വിചാരിക്കും. മുഖം തിരിച്ചു പോകുന്ന മനുഷ്യന്മാർ. എന്നിട്ടും നമ്മൾ പള്ളിയിൽ വന്നിട്ട് നിസ്കാരത്തിൽ ദുആ ചെയ്യുന്നുണ്ട്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ-അർദ്, ആകാശഭൂമികളെ പടച്ച റബ്ബേ, നിന്നിലേക്ക് ഞാൻ തിരിയാ, എന്റെ നിസ്കാരം നിനക്ക്, എന്റെ നോമ്പ് നിനക്ക് എന്നൊക്കെ പറയുന്നു. സ്വർഗം കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത മനുഷ്യനോട് ഒരു മാപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പുണ്യ നബിയുടെ ഒരു ഹദീസുണ്ട്, അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ മാ നഖസത് സ്വദഖത്തുൻ മിൻ മാൽ, ദാനധർമ്മം ചെയ്തിട്ട് ഒരാളുടെ സമ്പത്ത് കുറയില്ല. വഹീന്റെ നബിയുടെ വാക്കാണത്. എന്തേലും ഒരാൾക്ക് കൊടുക്കാൻ തോന്നുമ്പോ മനസ്സ് പറയുന്നത് അറിയാം, ഞാൻ അത് കൊടുത്തപ്പോ നമ്മളെ കാര്യം എന്താകുക, ഞാൻ അതിനെന്താ ചെയ്യാ എന്ന് മനസ്സിൽ തോന്നുന്നൊരു തോന്നലുണ്ടല്ലോ, അത് വേണ്ടാന്നാണ് ഈ പറയുന്നത്. ദാനധർമ്മം നിങ്ങളെ സമ്പത്ത് കുറക്കൂല. വേറൊരു മാർഗത്തിൽ അല്ലാഹു അവന്റെ അനുഗ്രഹത്തിന്റെ ഖജനാവിന്റെ കവാടങ്ങൾ അങ്ങോട്ട് തുറക്കപ്പെടും. പിന്നെ പറയുന്ന വാക്ക്, വമാസാദല്ലാഹു അബ്ദൻ ഇല്ലാ ബിഅഫ്വിൻ ഇല്ലാ വമാസാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. നിങ്ങൾ ഒരാൾക്ക് മാപ്പ് കൊടുത്താൽ നിങ്ങളുടെ പ്രതാപം അല്ലാഹു വർദ്ധിപ്പിക്കാതിരിക്കില്ല. വല്ലാത്തൊരു വാക്കാണത്. ഒരാൾക്ക് മാപ്പ് കൊടുത്തു നോക്കൂ, നിങ്ങളെ അല്ലാഹു ഉയർത്തും, നിങ്ങളെ പ്രതാപിയാക്കും. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയിട്ട് ഒരാൾ വിനയം കാണിച്ചാൽ അല്ലാഹു അവനെ ഉയർത്തും. മുസ്ലിം ഉദ്ധരിക്കുന്ന കാര്യമാണ്, ഹദീസാണ്. 3 വിഷയങ്ങളാണ് ഇത് പറയുന്നത്. ഒന്ന് ദാനധർമ്മത്തിന്റെ കാര്യമാണ്, മറ്റൊന്ന് വിട്ടുവീഴ്ചയുടെ കാര്യമാണ്. മരിക്കാൻ കിടക്കുന്ന നേരത്ത് ഉപദേശിക്കാണ്, എന്റെ അനുജൻ വന്നാല് മയ്യത്ത് കാണിച്ചു കൊടുക്കരുത് കേട്ടോ. എവിടുന്ന് പഠിച്ചു ദീന് നമ്മൾ? അല്ല, എന്റെ മയ്യത്തേറ്റാ അവനെ സമ്മതിക്കരുത് കേട്ടോ. ഈ മനുഷ്യൻ എങ്ങോട്ടാ പോണത്? വല്ലാത്തൊരു അഹങ്കാരല്ലേ. ചില മരണ വീടുകളിലൊക്കെ നമ്മൾ പോകുമ്പോ, അതും നന്നേ ചെറുപ്പത്തിൽ മരണപ്പെട്ട ആളുകളാകുമ്പോ അവരെ മക്കളൊക്കെ നോക്കി അറിയാതെ കണ്ണ് നനഞ്ഞു പോകും. റബ്ബേ, ഇനി ഈ കുട്ടികളുടെ കഥ എന്ത്, ഇനി ഇയാളുടെ സഹധർമ്മിണിയുടെ കഥ എന്ത്? പക്ഷെ അതൊക്കെ, ഈ കുട്ടികളൊക്കെ അയാളില്ലാത്തതിനേക്കാൾ നല്ല രൂപത്തിൽ പിന്നെ ദുനിയാവിൽ ജീവിക്കുന്നുണ്ടാവും. ചില മരണങ്ങളാണ് ചില മക്കളെ രക്ഷപ്പെടുത്തുക. അയാളുള്ള കാലത്ത് ആരും ഒരു സഹായം അങ്ങോട്ട് ചെയ്യൂല, കാരണം വാപ്പുണ്ടല്ലോ അവിടെ. ഇനി ആരും എന്ത് ചെയ്യാനാ?
പക്ഷെ അയാൾ പോയപ്പോഴാണ് അയാളുടെ സഹധർമ്മിണിക്ക് അതിലും നല്ല മനോഹരമായൊരു ജീവിത പങ്കാളിയെ കിട്ടി. അള്ളാന്റെ പണിയാ. അയാളെ മക്കളങ്ങോട്ട് ഉയർന്നു പോയി. പിന്നെ ആളുകൾ പറയാൻ തുടങ്ങി അയാൾ ഉണ്ടെങ്കിൽ അത് നടക്കൂല. അങ്ങനല്ലേ ചില മനുഷ്യന്മാർ. ആലോചിച്ച് നോക്കുമ്പോൾ അത്ഭുതം തോന്നും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പോണ നേരത്ത്, മരിക്കണ നേരത്ത് ആ വാശി മക്കാണാണ് ഒഴിവാക്കുക. പോണത് എങ്ങട്ടാ ആണ് അയാൾ പോണ. ഈ മരിച്ച ആളെ പറ്റി നമ്മളൊന്നും പറയാറില്ല. അയാളുടെ അവസ്ഥ എന്താന്ന് ആരും പറയാറില്ല. അയാളെ പരലോകം എന്താ, അയാളെ കുട്ടികളെ കാര്യം നമ്മൾ പറഞ്ഞു, അയാളുടെ ഭാര്യയുടെ കാര്യം പറഞ്ഞു. അയാൾക്ക് ഇനി എങ്ങനെ ഇവിടെ ജീവിക്കുക, എന്താണ് ആ കഷ്ടപ്പാട്, എന്താണ് ആ ദുഃഖം, എന്താണ് ആ മരണം എന്നൊക്കെ പറയും. പക്ഷെ ആ പോണ മനുഷ്യന്റെ കഥ എന്ത്, അയാളെ ഖബറെന്ത്, അയാളുടെ പരലോകന്ത്, അതും കൂടി പഠന വിധേയമാക്കണം. അതുകൊണ്ടാണ് പിണങ്ങി നിന്നവന്റെ പിണക്കം ഈ റമദാൻ തീർക്കണം. അല്ലെങ്കിൽ റമദാനിന് പൊരുളില്ല കേട്ടോ. റമദാൻ എന്ന് പറഞ്ഞാൽ പാപം കരിച്ചു കളയുന്നത് നാം പദത്തിന്റെ അർത്ഥം പോലും. എങ്ങനെ കരിച്ചു കളയും? അതാദ്യം മനസ്സ് നന്നാകണം, മനസ്സ് ശുദ്ധീകരിക്കണം. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ലഅസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി ഫിൽ യൗമി അക്സറു മിൻ 70 മർറ. 70-ലധികം തവണ ഞാൻ റബ്ബിനോട് പാപമോചനം തേടുന്നു. ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ചെയ്ത തെറ്റുകൾ ഇനി വരാനിരിക്കുന്നത് വരെ അള്ളാഹു പുറത്തു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നബിയുടെ സ്വഭാവമാണ് ആ കാണുന്നത്. അത് വിനയത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്, സമുദായത്തിനൊരു പാഠം കൂടിയാണ്. തീരുന്നില്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു, അതുകൊണ്ട് നീ കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. ബാപ്പയുടെ ദുആയാണ് സ്വർഗത്തുനിന്ന് പുറത്താക്കിയപ്പോ. ഇന്നും അതെന്തൊരു പ്രസക്താണ് ആ ദുആ. ഞങ്ങളോട് അതിക്രമം ചെയ്തു റബ്ബേ, ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം ചെയ്തു റബ്ബേ. അതുകൊണ്ട് ഒറ്റക്കിരുന്ന് തേടുക, പ്രാർത്ഥിക്കുക. ഉദ്ഉനി അസ്തജിബ് ലക്കും. വെറുതെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ പറഞ്ഞു, ആയുസ് എത്ര ആയി, പ്രായത്രയായി, ഇനി എങ്ങോട്ട് എന്നങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു മാറ്റം ഉണ്ടാകും. ചുമന്നു കൊണ്ടുപോകുന്ന മയ്യത്തുകളിൽ ഒരു ദിവസം ഞാനും കിടക്കുന്ന ഓർത്താ മതി. മീസാൻ കല്ലുകൾക്ക് ചുവട്ടിൽ ഒരു ദിവസം ഞാനും കിടക്കുമെന്ന് ഓർത്താൽ മതി. എല്ലാ അഹങ്കാരവും പോയി പോകും. ആളുകൾ വരും, എന്നിട്ടൊരു നോട്ടം, ഒരു പോക്ക്, അത് എന്റെ ജനാസയാണെന്ന് ഓർത്താൽ മതി. അതുകൊണ്ട് തൗബ ആവശ്യമാണ്. ഖുർആൻ ഒരു വാക്ക് പറയുന്നുണ്ട്, വമല്ലം യതുബ്. ഒരാൾ തൗബ ചെയ്യുന്നില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു തെറ്റില്ല, ഞാൻ ഉഷാറാണ് അങ്ങനെയൊക്കെ തോന്നി, അല്ലെങ്കിൽ ചെയ്ത തെറ്റുകളുടെ പേരിൽ ഒരു പാപമോചനം അയാൾക്കില്ല, ഫഉലൈക ഹുമുൽ ളാലിമൂൻ. അയാൾ അക്രമികളുടെ കൂട്ടത്തിലാണ്. ഖുർആനാണ് പറയുന്നത്. ആ ളാലിമീങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ അതിന്റെ തൗബയുടെ വാതിലുകൾ അടച്ചിട്ടില്ല. അതാർക്കും മുമ്പിലും തുറന്നു വെച്ചിട്ടുള്ളതാണ്. എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കുന്നവനാണ് അല്ലാഹു. അതാണ് റബ്ബിന്റെ പ്രത്യേകത. കരുണാമയനാണ് റബ്ബ്. സ്നേഹവാത്സല്യങ്ങൾ മഴ പോലെ പെയ്ത് തീർക്കുന്നവനാണ്, തരുന്നവനാണ് റബ്ബ്. ചേർത്തു പിടിക്കുന്നവനാണ് നമ്മുടെ റബ്ബ്. ആ ബോധം ഉണ്ടാകുക. ജീവിതത്തിലെ പാളിച്ചകൾ അത് തിരുത്തുക. യാ ഇബാദി, അല്ല പറയുന്നുണ്ട്. മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്. അല്ല പറയാ, റസൂൽ നമുക്ക് പറഞ്ഞു തരാ, ഇന്നക്കും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ. രാത്രിയും പകലും നിങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളോട് അല്ല പറയാ, വഅന അഗ്ഫിറുദ്ദുനൂബ ജമീഅ. എല്ലാ തെറ്റുകളും ഞാൻ പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ നടത്തണം, പാപമോചനം തേടണം. അതെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്നാൽ അഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുന്നതാണ്. തീർച്ചയായും ആ തരത്തിലെത്താൻ കഴിയണം. കണ്ണടച്ചു പോകുമ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഒരു യാത്രക്ക് ശ്രമമുണ്ടാകണം. നമ്മുടെ പരലോക ജീവിതം വിജയത്തിൻ്റെതാകണം. ആറടി മണ്ണിൽ കിടത്തുമ്പോ മലക്കുകൾ വരുമ്പോ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാകണം.
അതിന് സുഹൃതം ചെയ്ത് ഭൂമിയിൽ ജീവിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.